തൊപ്പിയുടെ വിഷയം നടക്കണ നിങ്ങൾക്ക് അറിയാലോ. ഈ തൊപ്പിയുടെ വിഷയം നടക്കുന്ന സമയത്ത് ഒരാളോട് പോയിട്ട് ചോദിക്കുകയാണ്, അല്ല കുണ്ടന്മാരെ കുറിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന്. അപ്പൊ ആ ആള് മറുപടി പറയണേ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടല്ലേന്ന്. ആരാ ആളെന്നറിയോ നിങ്ങൾക്ക്? ഇതാ കണ്ടോ, കുണ്ടന്മാരായിരുന്നുള്ളൊരു സംഭവം എന്താ പറയുന്നുണ്ട്. കാരണം അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പം ഇവരിങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ? അതൊക്കെ ഒരാളെ പേഴ്സണൽ ഇഷ്ടമാണ്. ഇപ്പോൾ അതായത് തൊപ്പി ബൈസെക്ഷൽ ആണെന്ന രീതിയിൽ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഒരാളുടെ എന്താണ് സ്വകാര്യതയാണ്, അയാൾ എങ്ങനെയാണ് അയാളുടെ തമ്മിലുള്ള സെക്സും കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അതൊക്കെ നമുക്ക് മാറ്റി ഒരു ഭാഗത്തേക്ക് വെക്കാം. അല്ലാണ്ട് ഒരു ഭാഗത്ത് വെക്കാം. എവിടെ? അടുപ്പമ്മ തന്നെ വെക്കാം അല്ലെ. ഈ ചോദിക്കണോനെ വേണം ആദ്യം തല്ല. കാരണം എന്താ അറിയോ, ഇമ്മാതിരി കുണ്ടനോടാ ചോദിക്കണത് എന്ത് ഇതൊക്കെ ശരിയാണോന്ന്. ഒരിക്കലും പറയോ അത് തെറ്റാണെന്നുള്ളത്. ഇബിലീസിനോട് പടച്ചവനെ കുറിച്ച് ചോദിച്ചണ മാതിരി അപ്പോ ഇവനോട് കുണ്ടന്മാരെ കാര്യം പറയുന്നത് അല്ലാത്ത ജാതി തന്നെ കേട്ടോ. ഞാൻ ദേവിയുടെ ഒരു ദാസിയാവാനുള്ള പ്ലാനാണ് ഇനി. ദേവി പറഞ്ഞ കുറെ കാര്യങ്ങൾ സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ദേവിയുടെ ദാസിയല്ല, ഈ ദേവിയുടെ ദാസനയിക്കും കേട്ടോ. ദാസപ്പ പറ. അടുത്തറിഞ്ഞിട്ട് തീർച്ചയായിട്ടും ദേവിയുടെ പോലെ പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങാനുണ്ട് എനിക്ക്. ജി കിണറ്റിക്ക് ഇറങ്ങിക്കോ. പ്രകൃതിക്ക് ഇറങ്ങണേക്കാട്ടും നല്ലത് അതാണ്. കാരണം എന്താ അറിയോ, ഒരാണല്ലേ ഒന്നല്ലെങ്കിൽ ഇജ്ജ് പല പണിക്കും തൊല്ലും പോയിക്കൂടെ ചെങ്ങായി. നാട്ടുകാരെങ്ങനെ മൂഞ്ചിച്ചാന്. ഓപ്പം റീച്ചിന് വേണ്ടിട്ട് അങ്ങോട്ട് പോയതാ. ഏത്? ദേവിനെ കാണാന്. ഇറങ്ങണ്ട ഇപ്പൊ തന്നെ പ്രകൃതി ദേവിയാണ് കേട്ടോ. സുന്ദരി ദേവി, അർദ്ധനാരീശ്വരി. വല്ലാത്തൊരു ജന്മം തന്നെ. മൂപ്പത്തിയേര് ഏതാ സാധനം അടിച്ചിക്കണാവോ. ഈ തൂഫാന്റെ അടിയിൽ കൂടെ ഇതൊക്കെ എവിടുന്നാ മൂപ്പത്തിയേർക്ക് കിട്ടണമെന്നും എനിക്കറിയില്ല. എന്തായാലും അടിച്ച സാധനം മൂപ്പത്തിയേർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതാണാണ്. നന്ദി പ്രപഞ്ചമേ, നന്ദി. എല്ലാം എനിക്ക് പറഞ്ഞു തരുന്ന എന്റെ പ്രപഞ്ചമേ, നാവേ നിനക്ക് നന്ദി. നാവേ കോടി 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 പ്രണാമം. എനിക്ക് മറവി തന്നത് മാരി അടിച്ച് കിളി പോയിരിക്കണേന്റെ അടുത്തേക്കാ ചെന്നിക്കണത് ദേവി എന്നും പറഞ്ഞിട്ട്. എന്റെ ദേഹത്ത് വേദനകൾ തന്നു. നീ വിറ്റാതൊന്നും അല്ല, ഇവൻ അഡ്രസ് ചോദിച്ചിക്കണു. അതിന് നാട്ടുകാര് പറഞ്ഞത് ആദ്യം ഓൻ തന്നെ പറയും കേട്ടോ. കണി നാട്ടുകാരോട് ചോദിച്ചു ഞങ്ങളിങ്ങനെ ദേവിയുടെ വീട് എവിടെയാ നാഗചിര ഒരു സഹകരണം ഇല്ലാത്ത ആൾക്കാര് വഴി അതെന്താന്ന് വെച്ചാല് ഗ്രാമമല്ലേ, കുറച്ച്. ദേവിയുടെ വീട് എവിടെ വെച്ചു? നാട്ടുകാർക്കൊന്നും ഒരു സഹകരണം ഇല്ല. അത്ര ചെന്നിക്കണത് കാക്കയാണെന്ന് അറിയാം. പിന്നെ അമ്മാരി കിളി പോയ സാധനത്തിനെയാണ് ദേവിന്നും ചോദിച്ചിട്ട് ഇവര് ചെന്നിക്കണത്. ഇവര് റീച്ച് കിട്ടാൻ എന്തൊന്നും ചെയ്യാൻ നടക്കുന്ന ആളുകളാണെന്നുള്ളത് നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് എന്തായി അറിയോ, നാട്ടുകാരാണ് മെയിൻ ചെയ്തിട്ടില്ല. അതാ ഇപ്പൊ ഇവിടെ വന്ന് പറയണേ. നാട്ടുകാർ ആരും മെയിൻ ചെയ്തില്ല. ഒരു സഹകരണം ഇല്ല. ഇനിയിപ്പൊ അന്യാന്റെ കൊലയും കൂടി തൂക്കിയിട്ട് നാട്ടുകാരാണ് ദേവിയിലേക്ക് കൊണ്ടേ ഇട്ടരാ. എന്നാ നല്ല നാട്ടുകാരാകുമല്ലോ അല്ലേ. പടച്ചോന്റെ കുതിരത്ത് അല്ല, ഞങ്ങള് പൊതുവെ നന്നായിട്ട് നല്ല ഫുഡ് കഴിക്കുന്ന ആൾക്കാരാ. നല്ല ഫുഡ് കഴിക്കും ഞങ്ങൾ. അതല്ല, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഞാൻ പരീക്ഷിക്കുന്ന ആശ്രമത്ത്. അപ്പൊ ആശ എടുത്താൽ അപ്പൊ അത് യൂസ് ചെയ്യും. എന്താ ഈ ചെങ്ങായുടെ ചിറി ഇങ്ങനെ? ഇതില് വാൾപേപ്പർ വിഷ്ണുമായ അത് ഓർത്ത് ഇഷ്ടല്ലേ. ജാസി ആരാധിക്കുന്നുണ്ട് വിഷ്ണുമായനെ. ഞാൻ എനിക്ക് ഏക റബ്ബ് പഠിച്ചോന്. പക്ഷെ ഞാൻ ആരും വന്ദിക്കൂല, വന്ദിക്കില്ല. അങ്ങനെയാണ് നമ്മള് പൊട്ടും ഇതൊക്കെ ഇടും. മുസ്ലിം പൊട്ടാണ് ഇപ്പൊ പൊട്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ പൊട്ട് ഇട്ടിട്ട് നമ്മൾ ഈമാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വേറൊരു അമ്പലത്തിൽ കയറി വെച്ചിട്ട് നമ്മൾ ഈമാൻ പോകത്തൊന്നുമില്ല. വേറെ ജാസിക്ക് ഇപ്പൊ ബീഫൊക്കെ തിന്നാൻ തോന്നിക്കഴിഞ്ഞാൽ ഈമാൻ ഓൻ വെച്ച ജെല്ല് മാരിയാന്നാ വിചാരിച്ചത്. ഭയങ്കര സ്ട്രോങ് ആക്കാരെന്നാണ് ഓൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണോ ഈമാൻ പോകുന്നില്ല എന്നിങ്ങനെ അടിക്കടിക്ക് പറയണത്. എന്നാ എനിക്കൊരു കാര്യം കേൾക്കണോ, ജാ വെച്ച ജെല്ലില്ലേ അത്ര ഉറപ്പൊന്നുമില്ല ഈമാന് കേട്ടോ. അതൊക്കെ അതിന്റെ വൈക്ക് എപ്പോഴോ ഇറങ്ങി പോയിട്ടുണ്ടാവും. തമ്മാടിത്തരം കൊണ്ടല്ലേ ഇത് നടക്കുന്നത്. നാട്ടിലെ മുഴുവൻ പറ്റിച്ചിട്ട് എന്താ പറയാ, ഈമാൻ പോകുന്നില്ല എന്ന് ജന്റെ അത് കൊയിഞ്ഞാടുന്ന നോക്ക്. ഈമാന്റെ കാര്യമൊക്കെ ചൂട്. എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് മീൻസ് ആൺകുട്ടികളും പെൺകുട്ടികളും എനിക്ക് കുഴപ്പമില്ല. എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനിടാൻ വെച്ചൊരു പേര് എന്ന് പറയുന്നത് അമൽ എന്നുള്ള പേര്. അമൽ അതെന്താ, എനിക്ക് ആ പേര് ഭയങ്കര സ്ട്രൈക്കായ പേരാണ്.
അത് അമന്നാക്കാൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ. അതാണ് എനിക്കൊരു മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിലോ ആർക്ക് വേണമെങ്കിലോ? അല്ല എന്നോട് കാര്യം ചോദിച്ചിട്ട് അന്ന എന്റെ അപ്പേ പറ്റേ. ഞങ്ങളെ നാട്ടിലൊക്കെ പെണ്ണുങ്ങളാ പോരുക. ഇജ്ജ് എന്ത് കണ്ടിട്ട് ഈ ഉണ്ടാക്കാൻ നടക്കണു? ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുട്ടീനെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പോയി ഒരു പെണ്ണ് കേട്ടെ, എന്നിട്ട് ഒരു വാപ്പയിക്കോ. അല്ലാതെ ഇപ്പൊ ജിമ്മയാകാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ സാരിയും ചെല്ലും കുലിക്ക് നടത്തും ഒന്നും പോരാ കേട്ടോ. ഓ അപ്പൊ ഒരു സാരി എടുത്തിട്ട് പറയാൻ നടക്കുക, ഗർഭപാത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അലുമിനിയം പാത്രം കൂടി ഇല്ല. അല്ല ഇവന്റെ വിചാരം ഈ പേരെന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായിരിക്കാന്നാണ്, ഭയങ്കര ഈസിയാണ്. ഓ ഡെയിലി നേരം പോലത്തെ നീ ഏതെങ്കിലും യൂട്യൂബറായിട്ട് ദപ്പ പെറും ദാ പെറുകയാണ് ദാ പോവുകയാണ്. ഇവനിക്ക് എന്താ പേരിനെ കുറിച്ചിട്ട് അറിയാം? സത്യത്തിൽ ഈ ചങ്ങായി സകല പെണ്ണുങ്ങളെ അപമാനിച്ചുകൊണ്ടിരിക്കല്ലേ അല്ലേ? ഓ അങ്ങനെ ഊറാൻ പോണ ഈസിയിലാ പറയുന്നത്. ഇതാ പറയാൻ പോകുക അവനക്ക് കുട്ടി ഉണ്ടെന്നിട്ട് 2 ബൊമ്മനെയും കജ്ജി പിടിച്ചുകൊണ്ടിരിക്കുക. ആ പേറും കാത്തിട്ടാണ് പെരക്കാരെയും കൂടി ഒഴിവാക്കിയിട്ട് മറ്റോ കോട്ടുവിട്ട് പിന്നാലെ അടക്കും. പെറു കേട്ടോ. ആ ക്ലോസറ്റിന്റെ അടുത്ത് തന്നെ പോയിരുന്നു.